ഞാൻ ഡോക്ടർ ജേക്കബ് എബ്രഹാം പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നാഷണൽ ന്യൂ ബോൺ വീക്ക് എന്നുള്ള ഒരു ആചരണത്തിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നവംബർ 15 തൊട്ട് 21 നവംബർ വരെ നമ്മൾ സാധാരണ എല്ലാ വർഷങ്ങളിലും ന്യൂ ബോൺ വീക്ക് എന്ന് ആചരിക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളതും ഈ വർഷത്തെ അതിനെക്കുറിച്ചുള്ള ഒരു തീം എന്താണെന്നും ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ ഞങ്ങളുടെ തീം എന്ന് പറയുന്നത് അവെയർനെസ് കൂട്ടുക, സോ ദാറ്റ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് നർച്ചറിങ് കെയർ ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എവറി ന്യൂ ബോൺ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. അപ്പം നമ്മൾ സാധാരണ ന്യൂ ബോൺ ബേബീസിന് സേഫ്റ്റി കൊടുക്കാനും ക്വാളിറ്റി കെയർ കൊടുക്കാനും അവരിൽ പ്രയാസങ്ങളുണ്ടാകാതെ അവർക്ക് നർച്ചറിങ് കെയർ, അവരെ വളരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ നവജാത ശിശുക്കളിൽ അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയിൽ നല്ല ഒരു കുറവ് വന്നിട്ടുണ്ട്. നമ്മുടെ നാഷണൽ ആവറേജ് ഏതാണ്ട് 25-നോടടുത്താകുമ്പം കേരളത്തിലെ നമുക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് ഏതാണ്ട് ഒറ്റ ഡിജിറ്റ് നമ്പറിലോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമ്മൾ പ്രയത്നിച്ച് അതിനെ കുറയ്ക്കാനൊത്തിട്ടുണ്ട്. അതിനകത്തെ ഭൂരിപക്ഷം നമുക്ക് വ്യത്യാസം വരാനൊത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബോൺ ബേബീസിൻ്റെ കെയറിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വന്നേ തുടർന്നാണ് ഇത്രത്തോളം നമുക്കൊരു വ്യത്യാസം കൊണ്ടുവരികയും നമ്മൾ ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ്ലി സിംഗിൾ ഡിജിറ്റ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ള ഒരു നമ്പറിൽ നമ്മൾ നിൽക്കുന്നത്. അത് നമുക്ക് വളരെയധികം അഭിമാനമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ന്യൂ ബോൺ കെയറിനകത്ത് നമ്മൾ കേരളത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് ആൻറ്റിനേറ്റൽ കെയർ തൊട്ട്, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയെ പരിചരിക്കുന്നത് തൊട്ട് പ്രസവാനന്തരവും പ്രസവത്തിന് പിന്നീടായിട്ടും കുട്ടികളിൽ ചില അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ വ്യത്യാസം നമുക്ക് കാണാനൊത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ 1 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളിൽ ഏറ്റവും അധികം മരണപ്പെടാൻ സാധ്യതയുള്ളത് നവജാത ശിശുക്കളിലും അവരിലും പ്രത്യേകിച്ച് ആദ്യത്തെ ഒരാഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ മരണസാധ്യത കൂടുതലുള്ളത്. ആ ഒരു സമയത്ത് അവർക്ക് വേണ്ടത്ര പരിചരണം കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾക്ക് മരണ സംഭവം പോസിബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോക്കസ് വെച്ചുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റും പീഡിയാട്രിഷ്യൻസിൻ്റെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സംഘടനയായിട്ട് പീഡിയാട്രിഷ്യൻസിൻ്റെ ഒരു ഫോറം ഞങ്ങളെല്ലാവരും തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതും അതിൽ മൂലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊത്ത 1-2 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണസാധ്യത ഇപ്പോഴത്തേത് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും സമയത്തിന് മുമ്പുള്ള കുട്ടികളിലും അംഗവൈകല്യങ്ങളും പ്രത്യേകിച്ചും ഹൃദയപരമായിട്ടുള്ള അംഗവൈകല്യങ്ങളുള്ള കുട്ടികളിലും ഇൻഫെക്ഷൻ മൂലം റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ സിറ്റീസിലല്ലാത്ത ഏരിയാസിലുള്ള മരണസംഖ്യ കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയാസിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും നമ്മൾ ട്രൈബൽ ഏരിയാസിലും ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്കിത്രത്തോളം ഒരു വ്യത്യാസം കൺസിസ്റ്റൻ്റ്ലി കൊണ്ടുവരാനൊത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ന്യൂ ബോൺ വീക്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഒരു അമ്മയ്ക്ക് വേണ്ടത്ര പരിചരണം കൊടുത്ത് വേണ്ടത്ര രീതിയിലുള്ള പോഷകാഹാരം കൊടുത്ത് കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടത്ര രീതിയിലുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കി ഉറപ്പാക്കി അതിന് വേണ്ടത്ര രീതിയിലുള്ള കുത്തിവെപ്പും ഒക്കെ എടുത്ത് ഈ കോവിഡ് കാലത്ത് ആ കാര്യത്തിൻ്റെയൊക്കെ സേഫ്റ്റി നോക്കിക്കൊണ്ട് ഒരു സേഫായിട്ടുള്ളൊരു ഇടം തിരഞ്ഞ് അമ്മമാരെ പ്രസവിപ്പിക്കുകയും ആ നവജാത ശിശുവിന് വേണ്ടത്ര രീതിയിലുള്ള പരിചരണം കിട്ടുകയും അതിൻ്റെ വേണ്ട കുത്തിവെപ്പും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും അവർക്ക് മുലയൂട്ടലൊക്കെ നമ്മൾ ധാരാളമായിട്ടും നല്ല രീതിയിലും കൊടുക്കുകയാണെങ്കിൽ ഈ പിള്ളേരുടെ ബുദ്ധിപരമായിട്ടും അല്ലാത്ത രീതിയിലുള്ള വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധ്യതകൾ നമ്മൾ ഒരുക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഞങ്ങളുടെ ഒരു പ്രയത്നത്തിന് എല്ലാവരും
കൂടെ പങ്കാളികളായിട്ട് നിൽക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഞാൻ വെക്കുന്നത്. നന്ദി.